നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ ഇതുവരെ മികച്ച പ്രകടനമാണ് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ലാലിഗയിൽ അവരിപ്പോൾ 1-ാം സ്ഥാനത്താണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞു. നിരവധി പ്രതിസന്ധികൾക്കിടയിലും അവർ ഇത്രയും മികച്ച പ്രകടനം നടത്തിയതിന്റെ പ്രധാന കാരണം അത് മറ്റാരുമല്ല, അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തന്നെയാണ്. വളരെ മികച്ച രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ആഞ്ചലോട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 2014-15 കാലയളവിൽ ഇദ്ദേഹം റയലിന്റെ തന്നെ പരിശീലകനായിരുന്നു. എന്നാൽ ആ കാലത്ത് അദ്ദേഹം ഒരു നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഏകദേശം 1 മില്യൺ യൂറോയോളം വരുന്ന തുക അദ്ദേഹം വെട്ടിച്ചു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ കേസ് ഒരുപാട് കാലമായി സ്പെയിനിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടർ ഓഫീസർ ഇക്കാര്യത്തിലൊരു ശിക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 4 വർഷവും 9 മാസവും കുറ്റക്കാരനായ കാർലോ ആഞ്ചലോട്ടിക്ക് തടവ് ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂട്ടർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വിധികൾ ഒന്നും വന്നിട്ടില്ല. ആഞ്ചലോട്ടി കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന് ഈ ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. 64-കാരനായ ഇദ്ദേഹത്തിന്റെ ഇമേജ് റൈറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ഈ ഒരു ടാക്സ് ഫ്രോഡ് കണ്ടെത്തിയിട്ടുള്ളത്. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടമാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും ആഞ്ചലോട്ടി ഈയിടെയായിരുന്നു റയൽ മാഡ്രിഡുമായുള്ള തന്റെ കോൺട്രാക്ട് പുതുക്കിയത്. 2026 വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് അവശേഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.